إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി വിശ്വാസികളായ ആളുകൾ മസ്ജിദുൽ ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അതിന്റെ യാത്രയിലാണ്. ഇനിയും കുറെ ആളുകൾ അതിന്റെ യാത്രയുടെ ഒരുക്കങ്ങളിലാണ്, പ്രതീക്ഷയിലാണ്. ഈ വർഷത്തെ ഹജ്ജിനു വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും ആ പരിശുദ്ധമായ ഇബാദത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്ന തരത്തിൽ മഖ്ബൂലായി കൊണ്ട് പുണ്യകരമായി മബ്റൂറായ ഹജ്ജും ഉംറയും നിർവഹിച്ച് സന്തോഷത്തോടുകൂടി തിരിച്ചു വരുവാനുള്ള മഹാ തൗഫീഖ് നൽകി അവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു അവരിൽ നിന്ന് നീക്കിക്കൊടുത്ത് ആരോഗ്യപരമായി നല്ല ആഫിയത്തോടുകൂടി
നല്ല സന്തോഷത്തോടു കൂടിയുള്ള യാത്രയും അവിടുത്തെ ദിവസങ്ങളും അവർക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് അതിൻ്റെ മാസങ്ങൾ, അതിൻ്റെ ദിവസങ്ങൾ വളരെ പവിത്രമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മാസങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഈ ഭൂമി ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ ലോകത്തുള്ള വിശ്വാസികളാൽ വളരെയധികം ശ്രദ്ധേയനാവുക എന്നത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ സംഭവമാണ്. ആ മനുഷ്യന്റെ ജീവിതകാലത്തും ഖിയാമത്ത് നാൾ വരെയും നാളെ പാരത്രിക ലോകത്തും അതൊരു മഹൽ വ്യക്തിത്വമാണ് എന്ന് പടച്ചതമ്പുരാൻ അവന്റെ പരിശുദ്ധ വചനങ്ങളിൽ സ്ഥിരപ്പെടുത്തിയത് അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അതൊരു മഹാ അത്ഭുതമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ, അല്ലാഹു തന്നെ ആ പ്രവാചകനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഉമ്മത്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സമുദായമായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. വേറെ ഒരു മനുഷ്യനാലും അങ്ങനെ ഒരു പ്രയോഗം നമ്മൾക്ക് പ്രയോഗിക്കാൻ സാധ്യമല്ല. അത്രമേൽ അത്ഭുതകരമായ ദൗത്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ അവിടെ നിർവഹിക്കപ്പെട്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് ധാരാളമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയിൽ പോലും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഹത്വത്തെ അതിലേക്ക് ചേർത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലെ കോടാനക്കോടി വിശ്വാസികൾ ആ പരിശുദ്ധ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൂടി ആ പ്രാർത്ഥനയിലൂടെ സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഏറ്റവും സംശുദ്ധമായ ആ ഇസ്ലാമിന്റെ പ്രകൃതി സുന്ദരമായ ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്കിതാ ഒരു പ്രഭാതം കൂടി വന്നിരിക്കുന്നു, ഒരു പ്രഭാതത്തിലേക്ക് കൂടി ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അൽദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദിക്റുകളിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ, ഒരു പ്രാർത്ഥനയാണ് ഇത്. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വ കലിമത്തിൽ ഇഖ്ലാസ്, പ്രകൃതി ഭംഗിയായ, പ്രകൃതി ശുദ്ധിയായ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വരമായ ആ മഹത്വരമായ ഒരു പ്രഭാതത്തിലേക്ക് ഞങ്ങൾ ഇതാ ഉണർന്നിരിക്കുന്നു, പ്രവേശിച്ചിരിക്കുന്നു. ആ പ്രവേശനത്തില് പിന്നീട് പറയുന്നത് മുഹമ്മദ് നബി അലൈഹിസ്സലാമിന്റെ ആ ദീനിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതാ ഒരു പ്രഭാതത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അലാ മില്ലത്തി അബീനാ ഇബ്രാഹിം, ഞങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണ് എന്ന ആ ഒരു ആർജവത്തോടെ, ആ ഒരു ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് ഇതാ വീണ്ടും ഒരു പ്രഭാതം വന്നിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ, ഞങ്ങൾ നേർക്കുനേരെ യാതൊരു വക്രതയുമില്ലാത്ത നേരെ ചൊവ്വ നിലകൊള്ളുന്ന മുസ്ലിമായിക്കൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് ഈ ഒരു പ്രാർത്ഥന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് മക്കയിലെ തന്റെ ജനതയോടാണല്ലോ. ആ ജനതക്കാണെങ്കിലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന, അല്ലാത്ത അഭിമാനം കൊണ്ടിരുന്ന ഒരു ജനത. ആ ജനതയോട് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ
നിങ്ങളെപ്പോലെ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നാണ്. ഇതൊരു വലിയൊരു പ്രഖ്യാപനമാണ്. അവർ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണെന്നാണ്. പക്ഷെ പറയുന്നത് നിങ്ങളല്ല ഇബ്രാഹിമിന്റെ മില്ലത്തിൽ. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് യാതൊരു അതിനുള്ള അർഹതയുമില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ശിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല എന്നല്ല ആ പ്രയോഗം. ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല എന്നല്ല, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്നാണ്. അപ്പൊ ശിർക്കുമായി ബന്ധമുള്ള ഒരു കൂട്ടം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സംശുദ്ധമായ ജീവിതത്തിന്റെ നമ്മുടെ ചര്യകളിൽ ഒരിക്കലും ഒന്നുകൂടാ എന്നതാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ഈ ഒരു വല്ലാത്ത ഒരു ദിക്ർ, വല്ലാത്ത ഒരു പ്രതിജ്ഞ പോലെയുള്ള അത്ഭുതകരമായ ഒരു ദിക്റാണ്. ആ ദിക്റിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വല്ലാത്ത ഒരു മില്ലത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആർക്കും കീഴൊതുങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. സമ്പത്തിന് കീഴൊതുങ്ങിയിട്ടില്ല, രാജാവിന് കീഴൊതുങ്ങിയിട്ടില്ല, പ്രജകൾക്ക് കീഴൊതുങ്ങിയിട്ടില്ല, അധികാരത്തിന് കീഴൊതുങ്ങിയിട്ടില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കീഴൊതുങ്ങിയിട്ടില്ല. നമുക്കേറെ ചിന്തിക്കുവാനുള്ള ഒരു കാര്യമാണ് അത്. ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന ധാരാളം ആളുകൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കമില്ലാതെ തന്നെ സ്വീകരിച്ച് അതിന് യാതൊരു പരിക്കുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തെളിഞ്ഞ ആദർശത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്ക് പലപ്പോഴും ആ തൗഹീദിന്റെ മാർഗത്തിൽ പരിപൂർണമായി നിലകൊള്ളാൻ സാധിക്കാത്തത് ദുനിയാവിന്റെ പല പ്രശ്നങ്ങളിലും അവർക്ക് സംഭവിക്കാവുന്ന പ്രയാസങ്ങളെ ഓർത്തിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില യാത്രകളിൽ ചില സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ പ്രായമായ ആളുകളോട് സംസാരിക്കുക എന്നത് ഒരു സ്വഭാവമാണ്. കാരണം അവരുമായി സംസാരിക്കുമ്പോൾ ആ മഹല്ലിൽ ഉണ്ടായിട്ടുള്ള പഴയകാല ഒരുപാട് ചരിത്രങ്ങൾ അവർക്ക് കിട്ടും. അവരുടെ ജീവിതകാലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അവർ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, ആ സമയത്ത് അവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനെ ഒരു ചരിത്രം കിട്ടുമല്ലോ നമുക്ക്. നമ്മുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. അതില് ഒരു സഹോദരൻ പറഞ്ഞത്, നമ്മളോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ കൃത്യമായി ബോധ്യപ്പെട്ട് നമ്മുടെ പള്ളിയിൽ വന്നു ജുമുഅക്ക് മുമ്പുള്ള വക്ത് നിസ്കരിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ ആ മഹല്ലിലെ, അടുത്ത മഹല്ലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ആളുകളിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ പള്ളിയിലേക്കാണ് നമസ്കരിക്കാൻ വരുന്നത് കണ്ടപ്പോ ആ മഹല്ല് ഉടനെ തന്നെ അവരുടെ മഹല്ല് കമ്മിറ്റിയെ ഒന്ന് ഉടച്ചു വാർത്ത് ഈ വ്യക്തിയെ അവരുടെ മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തു. ആ മഹല്ലിന്റെ ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തു. അതിനുശേഷം പിന്നെ അദ്ദേഹം തൗഹീദിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിട്ടില്ല. ആലോചിച്ച് നോക്കൂ. പരിപൂർണമായിട്ട് എന്തെങ്കിലും ഈ ദുനിയാവിലെ ചെറിയ ഒരു അധികാരം അല്ലെങ്കിൽ ചെറിയൊരു സ്വാധീനം ലഭിച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊന്ന് മാറ്റിവെക്കാൻ മനുഷ്യർക്ക് കഴിയും. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ തന്റെ ഒപ്പം നിന്നുകൊണ്ട് സഹായിക്കാൻ പോലും ഒരുത്തനുമില്ലാത്ത സമയത്ത് ആ രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായപ്പോ അടിയറവ് വെച്ചിട്ടില്ല എന്നാണ്, കീഴൊതുങ്ങിയിട്ടില്ല എന്നതാണ്. ഇത് വല്ലാത്ത അത്ഭുതമാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ച, ഇബ്രാഹിം നീ കീഴൊതുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ വഅസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവാം. അല്ലാഹുവിന് പരിപൂർണമായി കീഴൊതുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്നും ആലോചിക്കേണ്ടുന്ന ഒരു സെക്കൻഡ് പോലും ഇല്ലാത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹ് കീഴൊതുക്കിയിട്ടുണ്ട് പരിപൂർണമായിട്ട്. ഏതെങ്കിലും ചില കാര്യങ്ങൾ അത് പറ്റില്ല, അതിങ്ങനെ കുടുംബപരമായിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. മുഴുവനായിട്ട് നമുക്ക് അവരെ വെറുപ്പിക്കാൻ പറ്റില്ല. അതാണ് പലപ്പോഴും നമുക്ക് അവരെ പരിപൂർണ്ണ വെറുപ്പിക്കാൻ പറ്റില്ല. വെറുപ്പിക്കാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അഡ്ജസ്റ്റ്മെന്റേ ഇല്ല. കാരണം എന്താ? അതാണ് യാഥാർത്ഥ്യം, അതാണ് ഹക്ക്. അതേ വിജയിക്കുള്ളൂ, അതേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ.
ആ അഡ്ജസ്റ്റ്മെന്റിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറാവാത്ത ഒരു മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നാണ്. എന്തൊരു അത്ഭുതമാണ്! ഇന്നും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അവരുടെ നമസ്കാരങ്ങളിൽ പോലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അതൊരു വല്ലാത്ത അത്ഭുതമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. ഇബ്രാഹിം നബി ദുനിയാവിൽ തെരഞ്ഞെടുത്ത വ്യക്തിത്വമാണ്. ഈ ദുനിയാവിൽ തെരഞ്ഞെടുത്ത വ്യക്തിത്വമാണ്. വഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ആഖിറത്തിലോ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലെ പ്രധാന ഒരു ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടുന്ന ഒരു പ്രധാന ഭാഗമാണ് അല്ലാഹുവേ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവേ ആ സ്വർഗ്ഗത്തിൽ നിന്റെ നബിമാരുണ്ട്. അല്ലാഹുവേ ആ സ്വർഗ്ഗത്തിൽ നിന്റെ ശുഹദാക്കളുണ്ട്. അല്ലാഹുവേ ആ സ്വർഗ്ഗത്തിൽ നിന്റെ സ്സുദ്ദീഖീങ്ങളുണ്ട്, സത്യം മാത്രം പറഞ്ഞവർ. അല്ലാഹുവേ ആ സ്വർഗ്ഗത്തിൽ നിന്റെ സ്വാലിഹീങ്ങളുണ്ട്. ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് അല്ലാഹ്, ആ സ്വർഗ്ഗമാണ് അല്ലാഹ് നിന്നോട് ചോദിക്കുന്നത്. അതാണ് നമ്മൾ ഏതാണ് സിറാത്തുൽ മുസ്തഖീം? നീ ഇഷ്ടപ്പെട്ട് നീ വഴി നടത്തിയ നിന്റെ ആ മഹാന്മാരായിട്ടുള്ള നബിമാരുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ആ വഴിയാണ് നമ്മുടേത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടില്ലേ? അല്ലാഹുവിലേക്കുള്ള പ്രാർത്ഥനയിൽ, അല്ലാഹുവിലേക്കുള്ള പ്രതീക്ഷയിൽ തന്റെ മുമ്പിൽ ഏകാഗ്രത ലഭിക്കാൻ ഒരു ജാറവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായിട്ടില്ല. ഒരു ജാറവും ഉണ്ടായിട്ടില്ല, ഒരു മഖ്ബറ ഉണ്ടായിട്ടില്ല, ഒരു സ്തൂപവും ഒരു രൂപവും ഉണ്ടായിട്ടില്ല. അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന അല്ലാഹുവിനോടും പടച്ചതമ്പുരാനോടും മാത്രം. കൂട്ടരെ, അതാണ് അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞതിന്റെ പേരില സ്വന്തം പിതാവ് നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിതാവ് നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കപ്പെടുന്ന ആദ്യത്തെ ഏറ് വാപ്പാൻ്റെതായിരിക്കും. ആ പിതാവിനോട് പറഞ്ഞ, നിങ്ങളെ ശൈത്താൻ വഴി തെറ്റിച്ചത് ഉപ്പ. അല്ലാഹുവിലേക്കുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഈ കാണുന്നതിനൊന്നും ആവശ്യമില്ല, ഇതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പിതാവിനോട് വളരെ സൗമ്യമായി തിരിച്ചു പറഞ്ഞു. പിതാവ് വാപ്പ തൗഹീദിന് അത്ര തൗഹീദ് വലിയമായിട്ട് ബോധിഷ്ടല്ല. അതുകൊണ്ട് അവരോട് പറയുന്ന വാപ്പ, അത് അല്ലാഹുവിന്റെ മാർഗമാണ്. ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹുവിന്റെ തൗഹീദ് നിലകൊള്ളണമെങ്കിൽ ജാറവുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയിലേക്ക് നമ്മൾ പോയിക്കൂടാ. ജാറത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി അവിടുന്ന് ദുആ ചെയ്യുന്ന ഉസ്താദുമാരുടെ പിന്നിലല്ല അണിനിരക്കേണ്ടത്. അത് ഇബ്രാഹിം നബിയുടെ മാർഗമല്ല. അവർക്ക് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പറയാനുള്ള അർഹതയുമില്ല. എന്താ അർഹതയുള്ളത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പറയാൻ പരിശുദ്ധ ഹജ്ജിന്റെ വേളകളിൽ എല്ലാ മുസ്ലിം പള്ളിയുടെ മെമ്പറുകളിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ കുറിച്ചാണ് പറയുന്നത്. അറബിയിൽ ഖുതുബ ഓതുന്ന പള്ളികളിൽ വരെ ദുൽഹിജ്ജ് മാസത്തിലെ ഖുതുബ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താ പറയാം. ഇന്ന് ഈ ദുൽഹിജ്ജ് മാസത്തിന്റെ അതിൽപ്പെട്ട മാസമായ ഈ ദുൽഖഅദ മാസത്തിൽ പോലും അറബിയിൽ ഖുതുബ ഓതുന്ന മെമ്പറുകളിൽ വരെ പറയുന്നത് ഇബ്രാഹിം മില്ലത്ത. പക്ഷെ അത് പറയാനുള്ള അർഹത ആ പറയുന്ന ആളുകൾക്കില്ല. അത് കേട്ടാൽ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇന്നും അത് അറബിയിൽ തന്നെ നിലനിർത്തുന്നത്. ആ ഖുതുബ എഴുതിയുണ്ടാക്കിയ ആള് വലിയ പണ്ഡിതനാണ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. മിസ്രില് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ മുജ്തഹിദായ ആളുകൾക്ക് ദീന് വളരെ കൃത്യമായി പഠിപ്പിച്ച വലിയൊരു പണ്ഡിതന്റെ അദ്ദേഹത്തിന്റെ ഖുതുബയുടെ ഭാഗങ്ങളാണ്. ആ ഖുതുബ പോലും അതിന്റെ ഉദ്ദേശത്തെ പാടെ മാറ്റിമറിച്ചിട്ട് കേവലം ഒരു പാരായണത്തിലേക്ക്, ഒരു ഈണത്തില് ഒരല്പം ശബ്ദം കുറച്ച് അല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു ചടങ്ങാക്കി ഈ വെള്ളിയാഴ്ചയെ പോലും അവർ ദുരുപയോഗം ചെയ്തു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തൗഹീദിനെ കുറിച്ച് കൃത്യമായി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടുന്ന മെമ്പറുകൾ പോലും അതിനെ മൂടി വെക്കുവാനുള്ള സാഹചര്യങ്ങളിലേക്ക് മാറ്റി. ആലോചിച്ചു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ആർക്ക് സാധിക്കും
സ്വയം അങ്ങേയറ്റം വിവരദോഷിയായ മനുഷ്യർക്കല്ലാതെ ഒരു വിവരവും മനസ്സിലാക്കിയിട്ടില്ലാത്ത വിഡ്ഢികളായ ആളുകൾക്കല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ വേണ്ടെന്ന് വെക്കാൻ ആർക്കാ സാധിക്കുക എന്ന് എന്നിട്ടൊന്ന് പറയാം. ഇബ്രാഹിം നബിയെ അല്ലാഹു ദുനിയാവിൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹൽ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന്റെ അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ ഗുണം പറഞ്ഞത് അടുത്ത ആയത്തിൽ പറഞ്ഞത് ഇത് ഖാല ലഹു റബ്ബുഹു, അല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു അസ്ലിം, അല്ലാഹുവിനെ കീഴൊതുങ്ങണം. കാരണം ആർക്കും കീഴൊതുങ്ങാത്തൊരു ഒരു സ്വഭാവ പ്രകൃതിയുള്ള ഒരു പ്രവാചകൻ ആർക്കും അധികാരത്തിന്, പണത്തിന്, സമ്പത്തിന്, മറ്റേതെങ്കിലും ശക്തിക്ക്, വ്യക്തിക്ക് ഇല്ല, കീഴൊതുങ്ങി കൊടുത്തിട്ടില്ല, തലകത്തി പിടിച്ച് നിന്നിട്ടേ ഉള്ളൂ. അപ്പൊ ആ പ്രവാചകനോട് അല്ലാഹുവിന്റെ കൽപ്പന ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഉടനെ അല്ലാഹുവോട് അല്ലാഹ് നിന്റെ കൽപ്പനക്ക് പരിപൂർണമായിട്ട് കീഴൊതുങ്ങിയിട്ടുണ്ട്. ആ ഒരു പ്രവാചകന്റെ വളരെ അത്ഭുതകരമായ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ധാരാളം അധ്യായങ്ങളിൽ ആ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിലെ അതിന്റെ 120, 121, 122 ആയത്തുകളിൽ ചില കാര്യങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പറഞ്ഞോടത്തൊക്കെ ഇങ്ങനെ പറയുന്നത് മുശ്രിക്കൽപ്പെട്ടവനായിരുന്നില്ല. ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ് അതിന്റെ ഉദ്ദേശം. ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക. ആ ശിർക്കിനോട് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത, അട്ടിയറവെക്കാതെ പൊരുതിയ പ്രവാചകന്മാരായിരുന്നു അല്ലാഹുവിന്റെ റസൂലുകളൊക്കെ. അതിൽ യാതൊരു സ്വാധീനവും തനിക്ക് കൂടെ കിട്ടിയിട്ടില്ലാത്ത, സ്വന്തം ഒറ്റക്ക് നിന്നുകൊണ്ട് ഒരു ഉമ്മത്തായി, ഒരു സമുദായമായി ആ കാലഘട്ടത്തിലെ ആ ജനതയുടെ മുമ്പിൽ ശക്തമായി നിലകൊണ്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വയം ഒരു സമുദായമായിരുന്നു എന്ന് അല്ലാഹു അദ്ദേഹത്തെ, അങ്ങനെയാണ് ആ ഒരു പ്രയോഗം അല്ലാഹു പ്രയോഗിക്കുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമുദായമായിരുന്നു, അല്ലാഹുവിനെ വഴങ്ങി ജീവിക്കുന്നവരായിരുന്നു, ചൊവ്വായ പാതയിൽ ഉറച്ചു നിൽക്കുന്നവരും. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. മറ്റേതെങ്കിലും ശക്തി വ്യക്തികളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനയോ അവരോടുള്ള നേട്ടമോ അവരുടെ പ്രതീക്ഷയോ ഒരിക്കലും വകവെച്ചിട്ടില്ലാത്ത മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇതാണ് നമ്മളെ ആകർഷണത. നമ്മുടെ മുമ്പിലും ഒരു ചാരത്തെയും നമ്മൾ വകവെക്കുന്നില്ല. ആ ചാരത്തിൽ കിടക്കുന്ന ആൾ എത്ര വലിയ മഹാനായാലും ആ മഹാനും അല്ലാഹുവും തമ്മിൽ അവരുടെ ഹിസാബ് നാളെ മഹ്ശറിൽ നടക്കും. അതുവരെ ഈ ഖബറിൽ നിന്ന് ഈ ദുനിയാവിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദോഷപ്പെടുത്താനോ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനും യാതൊരു ശക്തിയുമില്ല. അങ്ങനെ ഒരു സംഭവം അല്ലാഹു ഈ ദുനിയാവിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതാണ് യഥാർത്ഥം. ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് ഭയങ്കര ശക്തിയൊക്കെ ഉണ്ട്, അവരെ നമ്മളെ സഹായിക്കും. പക്ഷെ എന്നാലും നമ്മൾ ചോദിക്കില്ലാതല്ല, അവർക്ക് അങ്ങനെ ഒരു കഴിവില്ല. ഉണ്ടെന്നത് സങ്കല്പം മാത്രമാണ്. ആ സങ്കല്പം ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ കാലത്തെ ശിർക്കിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത അതിന്റെ കാര്യം സങ്കല്പമാണ്. അങ്ങനെയാണ് സങ്കല്പമായിരുന്നു. പലതിലും അവർ സങ്കല്പത്തിലാണ് ഓരോ വിഗ്രഹാരാധനയും തുടങ്ങി വന്നിട്ടുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തും ഈ ഖബർ ആരാധന തുടങ്ങിയത് സങ്കല്പത്തിൽ നിന്ന് മാത്രമാണ്, അല്ലാതെ യാഥാർത്ഥ്യത്തിൽ നിന്നല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആരാധന ഇല്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും ഒരു ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. അദ്ദേഹം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു. അല്ലാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ഏറ്റവും നേരായ വഴിയിൽ നയിക്കുകയും ചെയ്തു. അല്ലാഹു പറയുന്നത് ശാക്കിറൻ, അദ്ദേഹം നന്ദി കാണിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള നിഅമത്തിന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക്, അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അദ്ദേഹം നന്ദി കാണിക്കുന്നവനായിരുന്നു. ആ കാര്യങ്ങൾ അടുത്ത ആയത്തിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഈ ലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകി, പരലോകത്തും ഉറപ്പായും അദ്ദേഹം സഞ്ചരിതരായിരിക്കും. ഈ ലോകത്ത് തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ശ്രദ്ധേയനായിട്ടുള്ള
അള്ളാഹുവിന്റെ ഖലീലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ മഹാപ്രവാചകന്റെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്ന ഹജ്ജ് എന്ന് പറയുന്ന ഒരു മഹാ ഇബാദത്ത്. അവിടെ നമ്മൾ പരിപൂർണമായിട്ട് അള്ളാഹുവിനെ കീഴൊതുങ്ങുക. അള്ളാഹ് എന്ത് പറഞ്ഞോ അതങ്ങനെ സ്വീകരിക്കുക. അവിടുത്തെ ഓരോ കർമ്മങ്ങളും അങ്ങനെയാണ്. യൗമുൽ അറഫ, ആ അറഫ ഹജ്ജ് മാസത്തിന്റെ 9ാമത്തെ ദിവസം തന്നെ യൗമുൽ അറഫയിൽ ഹജ്ജിമാർ നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിപ്പോ എന്താ പറയുക, 8 നിന്നിട്ട് ഇവിടെ നാട്ടിൽ മോളെ കല്യാണമൊക്കെ ഉണ്ട്, അതിന്റെ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരു 7 or 8 കുറെ ആൾക്കാർ അറഫയിൽ നിന്നിട്ട് ബാക്കി കാര്യം പോകുന്നൂടെ? പറ്റൂല. നമ്മുടെ യാതൊരു കാര്യത്തിനും അവിടെ എന്തില്ല, ഒരു പ്രസക്തിയുമില്ല. നമ്മുടെ ആവശ്യം, ദുനിയാവിന്റെ ഒരു ആവശ്യത്തിനും അല്ലാഹുവുമായിട്ടുള്ള ഇബാദത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. റബ്ബ് പറഞ്ഞതിനെ സ്വീകരിക്കുക. അതിനപ്പുറം നമ്മുടേതെന്ന് പറയുന്ന എന്തെങ്കിലും ഒന്നിലേക്ക് അല്ലാഹുവുമായിട്ടുള്ള ഇബാദത്തിനെ മാറ്റി വെക്കാൻ പറ്റില്ല. റബ്ബ് എന്തൊന്ന് കൽപ്പിച്ചോ അത് സ്വീകരിക്കുക. അടുത്ത കൊല്ലവും ഹജ്ജ് വരുമ്പോ യൗമുൽ അറഫ, അതാ ദുൽഹജ്ജ് 9 തന്നെയാണ്. അത് കഴിഞ്ഞ് അവിടെ അല്ലാഹു കൽപ്പിച്ച ഓരോ കാര്യങ്ങളും അതുപോലെ നിർവഹിക്കുക. ആലോചനക്കോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കണക്കുകൂട്ടലോ അവിടെ പ്രസക്തിയില്ല. ആ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരനായി വരുന്ന, ലോകത്തിന്റെ മുമ്പിൽ വലിയ സമ്പന്നന്മാർ ആ കൂട്ടത്തിലുണ്ടാവും. ഹജ്ജ് ചെയ്യുന്ന ആളുടെ കൂട്ടത്തിൽ അവരും നിർവഹിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ അറഫയിൽ തന്നെ അവരും സംഗമിക്കണം. അവർക്ക് പ്രത്യേകമായിട്ടൊരു അറഫ വേറില്ല. ആ ജനങ്ങൾ നിൽക്കുന്ന അറഫയിൽ തന്നെ അവരും നിൽക്കണം. അവിടെ എന്താണോ അത് കഴിഞ്ഞിട്ട് എന്താണോ പറയുന്നത് അതതുപോലെ സ്വീകരിക്കണം. അവിടെ 4 റക്അത്തുള്ള നമസ്കാരം, ദുഹർ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അറഫയിൽ സംഗമിച്ചിട്ടുള്ള ഹാജിമാർ 2 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ ദുഹർ നമസ്കാരത്തെ. എന്തേ? അത് കഴിഞ്ഞിട്ട് എവിടെയും പോകാണ്ടോ? ഇല്ല, വൈകുന്നേരം പോകാറുള്ളൂ. അതുവരെ അവിടെ തന്നെയാണ്. പക്ഷെ നമസ്കാരം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിനെ ഖസ്റാക്കിക്കൊണ്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വീകരിക്കണം. എനിക്ക് സമയമുണ്ട്, ഞാൻ 4 റക്അത്ത് നിസ്കരിക്കാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. പരിപൂർണമായിട്ട് അല്ലാഹുവിനെ കീഴൊതുങ്ങുക. അല്ലാഹു പഠിപ്പിച്ചോ, മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചോ, അത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. ഇങ്ങനെ ഈ തരത്തിൽ ആ മഹാപ്രവാചകനെ നമുക്ക് പരിചയപ്പെടുത്തി തരണം. എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ ശിർക്കുമായിട്ട് നമുക്ക് യാതൊരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല എന്നതിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മുഴുവൻ ചരിത്രവും പറഞ്ഞത്. ശിർക്കിനോട് അത് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള അവരുടെ സങ്കല്പത്തിലെ ഏറ്റവും അപകടകരമായ ഒരു വഴിയാണ്. അവരെ രക്ഷപ്പെടുത്തുവാൻ അല്ലാഹുവല്ലാത്ത മറ്റു പല ശക്തി വ്യക്തികൾക്കും സാധിക്കുമെന്ന ആ ഒരു ചിന്ത അതവനെ മനുഷ്യരല്ലാതാക്കി മാറ്റും. അല്ലാഹുവിന്റെ ഇഷ്ട മുവഹ്ഹിദുകളായ ജനങ്ങളിൽ നിന്ന് അവരെ ബഹുദൂരം വഴികളിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിലെ അതിന്റെ 123-ാമത്തെ ആയത്തിൽ പറയാം, പിന്നീട് നാം നിനക്ക് ഉത്ബോധനം തന്നു, വഴി തന്നു. എന്താ തന്നത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നിനക്ക് നാം ഉത്ബോധനം നൽകി. ഏറ്റവും ചൊവ്വായ പാതയിൽ നിലയുറപ്പിച്ച ഇബ്രാഹിമിന്റെ മാർഗം നീ പിന്തുടരണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയോട് പറഞ്ഞത്. ഇബ്രാഹിം ഹനീഫ പിന്നീട് നാം നിനക്ക് തരുന്ന വഹി, നിനക്ക് തരുന്ന നിർദ്ദേശം വീണ്ടും അവസാനിക്കുമ്പോ ഇബ്രാഹിം ഒരിക്കലും മുശ്രിക്കുകളിൽപ്പെട്ടവരായിരുന്നില്ല. ഈ ആയത്തുകളൊക്കെ ആദ്യം ഓതിക്കേൾക്കുന്നത് മുശ്രിക്കുകളായ ആളുകളാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് ആദ്യ പ്രസംഗം കേൾക്കുന്നത്. അവരിങ്ങനെ ഇടക്കിടക്ക് കേൾക്കുക. ഇബ്രാഹിം ഒരിക്കലും മുശ്രിക്കപ്പെട്ടവരായിരുന്നില്ല, അല്ലാഹു ശിർക്ക് ചെയ്തവരായിരുന്നില്ല. അത് കേട്ടിട്ടാ അവരെ ശിർക്ക് ഒഴിവാക്കിയിട്ട് ഈ തൗഹീദിലേക്ക് വന്നത്. അത് ബോധ്യപ്പെട്ടിട്ടാ അവർ ശിർക്ക് ഒഴിവാക്കിയിട്ട് തൗഹീദിലേക്ക് വന്നത്. ഇത് കേൾക്കാത്തത് കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ശിർക്കിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ ആയത്തുകൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അജ്മീറിലേക്കും ഈ ഹജ്ജിന്റെ സമയമായി കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു വർത്താനം കേൾക്കാൻ പറ്റുന്നറിയോ? ഹജ്ജിന് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അജ്മീറിൽ പോയിട്ടുണ്ട്. ഒരു ഹജ്ജിന്റെ കൂലിയാണല്ലോ അജ്മീറിൽ പോയാൽ. ഷൈത്താനല്ലാതെ ആരാ അങ്ങനെ ഒരു വഴി മുസ്ലിം മുതൽ കൊടുത്തത്? ധാരാളം ആളുകൾ പറയാം ഹജ്ജിന് പോകാൻ കൊണ്ട് കഴിഞ്ഞില്ല, പക്ഷെ അജ്മീറിൽ ഞാൻ പോയിട്ടുണ്ട്. അജ്മീറിലേക്ക് പോകുന്ന മുസ്ലിം പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാം
എന്നാൽ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആരാധിച്ചിരുന്ന ആ മുശ്രിക്കുകളായ ആളുകൾ നിരന്തരം കേൾക്കുക റസൂലുള്ളാഹിയിൽ നിന്ന് ആ ഇബ്രാഹിം നിങ്ങളെപ്പോലെ മുശ്രിക്കായിരുന്നില്ല. അത് കേട്ടപ്പോ അവരുടെ ഹൃദയത്തിൽ അത് സ്വാധീനം ഉണ്ടാക്കി. അള്ളാഹുവിന്റെ വഴി, അള്ളാഹുവിന്റെ വർത്തമാനം, ഇബ്രാഹിം മുശ്രിക് ഞങ്ങളിൽപ്പെട്ടവരായിരുന്നില്ല. അത് പറയാൻ ഈ മുഹമ്മദ് നബിക്ക് മാത്രമാണ് അവകാശമുള്ളത് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഈ മുഹമ്മദ് നബിക്ക് മാത്രമേ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് എന്ന് പറയാൻ, ആ മുഹമ്മദ് നബിയോട് കൂടെ നിന്ന് ആ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചപ്പോൾ മാത്രമേ അവകാശമുള്ളൂ എന്ന് തീർത്തു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ഇവിടെയൊക്കെയും ഓർമ്മപ്പെടുത്തിയത് ഒരിക്കലും മുശ്രിക്കുകളിൽ നിങ്ങൾ പെട്ടവരാവരുത്. അതിനോടൊരു കോംപ്രമൈസ് പാടില്ല. അത് അധികാരത്തിന്റെ പേരിലാവട്ടെ, രാഷ്ട്രീയത്തിന്റെ പേരിലാവട്ടെ, എന്തിന്റെ പേരിലായാലും അതിനോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ധാരാളം മുസ്ലിം നാമധാരികളായ പല പള്ളികളിൽ വഹിച്ച ഒരുത്തൻ മുശ്രിക്കുകളുടെ തോളിൽ കൈയിട്ട് അതാണ് ശരിയെന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ ചെവികളിലേക്ക് വിളിച്ചു പറഞ്ഞു തരിക. ഈ മുശ്രിക്കുകൾ മോശക്കാരെല്ലാം സുല്ലമി ബിരുദം കിട്ടിയൊരുത്തൻ പല സലഫി പള്ളികളിലും ഖുത്ബ നടത്തിയെന്ന് അവൻ തന്നെ ഓരോ വേദികളിലും പറയുന്നു. ഞാൻ ഇന്ന പള്ളിയിൽ ഖുത്ബ നടത്തിയ സുല്ലമിയാ, എന്റെ സുല്ലമി ബിരുദമോ ഞാൻ നടത്തിയ ഖുത്ബയോ ഈ പറയപ്പെടുന്ന വിഗ്രഹാരാധനക്കെതിരല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നു. അപകടം പിടിച്ച സമയം. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ പ്രവേശിക്കുമ്പോ ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ വേണ്ടിയിട്ടാ ഓരത് പറയണത് അത്രല്ല. അതിന് പിന്നിൽ അത് പറയാൻ പ്രേരിപ്പിച്ചത് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മാന്യമായി ജീവിച്ചിട്ടില്ല, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അങ്ങേയറ്റം അഴിമതി നടത്തി, കോടികളുടെ ബാധ്യത ആളുകൾക്ക് വരുത്തിണ്ടാക്കി വെച്ച് ആ കേസുകളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടണമെങ്കിൽ, ഈ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോ ഇങ്ങനത്തെ ചില മാർഗം സ്വീകരിക്കേണ്ടി വരും എന്നതുകൊണ്ട് അപ്പൊ എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഒരുക്കം ചെയ്തില്ലല്ലോ. തീപ്പുണ്ടുണ്ടാക്കിയിട്ട് തീ ആളിക്കത്ത അതിലേക്ക് ഇടാൻ തീരുമാനം കത്തിച്ചു കളയാൻ, ഇവരെ കത്തിച്ചു കളയണമെന്ന് ആൾക്കാരെ വിളിച്ച് ഒച്ചുണ്ടാക്കുക. രാജാവിനോട് പറയണത് കത്തിക്കണട്ടോ. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തൽക്കാലം തീ കൊണ്ടുപോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം അവസാനിപ്പിച്ചിട്ട് പറഞ്ഞ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞോ? ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, എന്തെങ്കിലും ഞാൻ സഹായിക്കണോ? അള്ളാഹു സഹായിക്കാൻ അള്ളാഹുടെ കൽപ്പന ഇബ്രാഹിമിന്റെ എടുത്തു കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ന് ഇബ്രാഹിമിക്ക് അറിയാം, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, എന്റെ റബ്ബ് അതിന് മതിയായവനാണെന്ന വിശ്വാസമാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. എനിക്ക് എന്റെ റബ്ബിനുള്ള വിശ്വാസം എന്തെങ്കിലും ഒന്ന് കുറയണ്ടേ, എന്റെ റബ്ബിനുള്ള പ്രതീക്ഷ, എനിക്ക് എന്തെങ്കിലും സംശയം വരണ്ടേ, എനിക്ക് ഒരാളോടൊന്ന് സഹായം കിട്ടാൻ. ഈ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിലാ നമ്മളോട് ജീവിക്കാൻ വേണ്ടി പറയണം. ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഇവിടത്തെ ഏതെങ്കിലും നിയമവ്യവസ്ഥയുടെ അതിന്റെ കാര്യങ്ങളിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തും, ദ്രോഹിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് പോകുന്ന ധാരാളം ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കാലക്രമങ്ങൾ മാറി മറിഞ്ഞു വന്നിട്ടും
നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ മനുഷ്യർ ഒരുപാട് മാറ്റങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. മനുഷ്യരുടെ ജീവിത ശൈലിയിലും അവർ വെച്ചു പുലർത്തുന്ന ചിന്താഗതികളിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ യാതൊരു മാറ്റവുമില്ലാതെ ജീവിക്കുന്ന, അതിന്റെ യഥാർത്ഥ അന്തസ്സിനെ കൂടെ ജീവിക്കുന്ന ധാരാളം മുവഹ്ഹിദുകൾ ഈ ഭൂമിലോകത്തുണ്ട്. അവരിൽ ഒരാളാണ് നമ്മളും എന്ന ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ഭൂമിലോകത്ത് ജീവിക്കുന്നതിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷം. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവനും അവരുടെ കാലഘട്ടങ്ങളിൽ ആളുകളോട് ആവശ്യപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊരു പ്രവാചകൻ നേരിട്ട് നമ്മുടെ മുമ്പിൽ വന്നത് പറയാൻ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിട്ടും അല്ലാഹുവിന്റെ ആയാത്തുകളിൽ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അധ്യാപനങ്ങളിൽ അത് നമുക്ക് ലഭിച്ചു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പെട്ടവനാണ് ഞാൻ എന്ന് നമുക്ക് സ്വയം തോന്നുന്ന ഒരു ആത്മാഭിമാനമുണ്ടല്ലോ, അത് ആരുടെ മുമ്പിൽ ഞാൻ പണയം വെക്കില്ല. ഏത് അധികാരം മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് ഇവിടെ കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. തിരൂര് അരീക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഹലില് മൊയ്തീൻ ഹാജി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. ആ ഹാജിയുമായിട്ട് ഇരുന്ന് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ലാ ഇലാഹ തൗഹീദിന്റെ മാർഗത്തിലേക്ക് അദ്ദേഹം അത് വന്നപ്പോ എല്ലാവരും ഒറ്റപ്പെടുത്തി. എന്നിട്ട് അന്ന് അദ്ദേഹത്തെ പറഞ്ഞ് പേടിപ്പിച്ചത്, മരിച്ചാൽ എന്നെ മയ്യത്ത് കൂടെ കൊടുക്കും, ഈ നാട്ടുകാരും അത് എടുക്കാണ്ടാവില്ല, പിന്നെ ഇവിടുന്ന് ആരും അത് കൊണ്ടുപോകുന്ന ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വന്ന് അവരോട് പറഞ്ഞത്, അതിന് അല്ലാഹു ചില ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഞാൻ മരിച്ചാൽ എന്റെ മരണം എവിടെ വെച്ചിട്ടാ അദ്ദേഹം മയ്യത്ത് നിൽക്കേണ്ടി വരുന്ന കാര്യങ്ങളോട് പറഞ്ഞു. മരിച്ചാൽ ആ മയ്യത്ത് എങ്ങനെയാണ് ഈ ദുനിയാവിൽ നടക്കുക, അത് റബ്ബ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ ആളുകളുടെ വരും, അവർ ചെയ്തോളും, ഞാൻ തന്നെ ആലോചിക്കണം. കുട്ടനെ എന്നാലും നിങ്ങളെ ശുദ്ധിയിലേക്ക് വരൂല എന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചു. ആ പള്ളിയിൽ അന്ന് വരെ ഒരൊറ്റ മയ്യത്തിനും നമസ്കരിക്കാൻ അത്രമേൽ ആളുകൾ ആ പള്ളിയിൽ എത്തിയിട്ടില്ല. അവിടെ വടികുത്തി ഇരുന്ന മുമ്പിലിരുന്ന ഒരു കാരണവർ പറയുന്നത്, അധികം ആളുകൾ വന്നവർ മയ്യത്തുസ്കാരങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അവരോട് പറയുന്ന മയ്യത്തെടുക്കാനും വരൂല. ഇത് അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ വലിയൊരു മഹത്വമാണ്, ഒരു ആദരവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും നമ്മൾ പേടിച്ചിരിക്കേണ്ട ഒരു സംഗതിയല്ല. നമുക്ക് ഈ കാര്യത്തിൽ ബോധ്യമുണ്ടോ എങ്കിൽ ബാക്കി ഒന്നിനും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മക്കളെ വിവാഹം നടക്കുമോ, അത് അള്ളല്ലേ തീരുമാനിക്കേണ്ടത്. ഈ ദുനിയാവിലെ ആൾക്കാരെല്ലാവരും നമ്മുടെ മക്കളെ പറ്റി നല്ല പറഞ്ഞു. അവർക്കൊരു വിവാഹം അല്ലെങ്കിൽ അവരൊരു വിവാഹം നടക്കാൻ അന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലോ ഇവരൊക്കെ കൂടി നടക്കുമോ? നടക്കൂല. ഇവരെന്നെ എതിർത്താനോ നടക്കാതിരിക്കുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പറയാൻ പറയുന്നത്, അല്ലാഹു നീ കടന്നുവരെ തരാൻ ആരുമില്ല കേട്ടോ. പടച്ചവനെ നീ നൽകാമെന്നതിന്, നീ നൽകുമെന്നതിന് തടയാനുമായി തരുന്നില്ല. പിന്നെ ആരെയും നമ്മൾ പേടിക്കേണ്ട? മഹല്ല് കമ്മിറ്റിയിലെ നാട്ടുകാരെയോ മറ്റേതെങ്കിലും ആളുകളോ? ഇല്ല. അതിനെ പേടിക്കണ്ട. നിങ്ങൾ പേടിക്കാതെ ജീവിക്കേണ്ടവരാണ്. നിങ്ങളുടെ മില്ലത്ത്, നിങ്ങളുടെ മാർഗം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയാണ്. അതിന്റെ ഓർമ്മകൾ വളരെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശ വിശുദ്ധിയോടൊപ്പം നിലകൊള്ളുന്ന മുവഹ്ഹിദുകളിൽ അല്ലാഹു നമ്മുടെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായി ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹുവേ, അവരെ കുറിച്ച് ഏറ്റവും പറയുന്നവൻ നീയാണ്. അല്ലാഹുവേ, അവർക്ക് രോഗത്തിന് ശമനം നൽകേണ്ടവൻ നീ മാത്രമാണ്. അല്ലാഹുവേ, നിന്റെ ശിഫയല്ലാത്തൊരു ശിഫയില്ല. അല്ലാഹ്, ഞങ്ങൾ അതിനുള്ള മാർഗങ്ങൾ, അതിനുള്ള ചികിത്സകളാണ് ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അതിൽ പരിപൂർണമായ ശിഫ അത് നൽകേണ്ടവൻ നീ മാത്രമാണ്. അല്ലാഹുവേ, ശിഫ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, മാതാപിതാക്കൾ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, വിശ്വാസികളായിക്കൊണ്ട് ആ ഖബറിടങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് നീ സമാധാനം നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറുകൾ എപ്പോഴാണ് ഞങ്ങളുടെ മേൽ തുറക്കപ്പെടുന്നത് ഞങ്ങൾക്കറിയില്ല. എപ്പോഴായിരുന്നാലും അല്ലാഹുവേ, ഈ തൗഹീദിൽ യാതൊരു കളങ്കവുമില്ലാതെ അല്ലാഹുവേ അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിപൂർണതയിൽ അതിൽ യാതൊരു കളങ്കവുമില്ലാതെ വക്രതയില്ലാതെ നേരെ ചൊവ്വേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഞങ്ങളെ തിരിച്ചു വിളിക്കണേ. നാളെ മഹ്ശറയിൽ അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസിന്റെ സന്തോഷം ലഭിക്കുന്ന നിന്റെ ഇഷ്ടജനങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
الأموات إنك مجيب الدعوات يا قاضي الحاجات. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യം അതിർത്തിയിലുള്ള മറ്റൊരു രാജ്യവുമായിട്ട് വലിയ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തെ സമാധാനത്തോടുകൂടി കഴിയുന്ന ഈ രാജ്യത്തിന്റെ മക്കളെ യാതൊരു കാരണവുമില്ലാതെ വെടിവെച്ച് കൊന്നതിന്റെ പേരിലാണ് ഞങ്ങളുടെ രാജ്യം തിരിച്ച് മറ്റൊരു രാജ്യത്തേക്ക് അവർക്ക് വേണ്ടുന്ന താക്കീതുകൾ കൊടുക്കേണ്ടി വന്നത്. അല്ലാഹുവേ, രണ്ട് രാജ്യത്തും മരിച്ചു വീഴുന്നത് നിരപരാധികളായിരിക്കാം. അല്ലാഹുവേ, ഈ പ്രതിസന്ധി എളുപ്പത്തിൽ പരിഹരിച്ച് ഇരു രാജ്യങ്ങൾക്കും സമാധാനത്തോടുകൂടി കഴിയുവാനുള്ള സാഹചര്യം അല്ലാഹുവേ നീ നൽകണേ. അല്ലാഹ്, നമ്മുടെ രാജ്യത്തേക്ക് അതിക്രമിച്ചു വരുന്ന അതിക്രമകാരികളെ അല്ലാഹുവേ അവരെ നീ പിന്മാറ്റണേ. അല്ലാഹുവേ, അവർക്ക് നീ ശിക്ഷ നൽകി അവരെ നീ ദൂരെയാക്കണമേ. അല്ലാഹ്, ഈ രാജ്യത്തിന്റെ സമാധാനത്തെ നിലനിർത്താൻ അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.